ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അപ്രതീക്ഷിതമായി യാത്ര പറയേണ്ടി വന്ന 22-കാരൻ അർജുൻ മരണത്തിന് ശേഷവും 4 കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറി. വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച അർജുൻ തന്റെ ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 രോഗികൾക്ക് പുതുജീവൻ സമ്മാനിച്ചാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഗുരുതരമായ പരിക്കുകളോടെയാണ് അർജുനെ കണ്ണൂരിലെ ആസ്റ്റർ മീംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ നടത്തിയ തീവ്ര ശ്രമങ്ങൾക്കൊടുവിൽ മെയ് 31 വൈകുന്നേരം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് ഇത് താങ്ങാനാവാത്തൊരു ആഘാതമായിരുന്നുവെങ്കിലും മകന്റെ ഓർമ്മ മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശമായി നിലനിൽക്കണമെന്ന ആഗ്രഹത്തിലാണ് ആ മാതാപിതാക്കൾ അവയവദാനത്തിന് സമ്മതം നൽകിയത്. മാതാപിതാക്കളുടെ ഈ തീരുമാനം അവയവം ലഭിക്കാനായി കാത്തിരുന്ന 4 രോഗികളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ പകർന്നു. സംസ്ഥാന സർക്കാരിന്റെ അവയവദാന ഏജൻസിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടികൾ ഏകോപിപ്പിച്ചത്. ആസ്റ്റർ മീംസിനെയും മറ്റ് ആശുപത്രികളിലെയും വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന സങ്കീർണ ശസ്ത്രക്രിയയിലൂടെയാണ് അവയവങ്ങൾ സുരക്ഷിതമായി ശേഖരിച്ചത്. സമയത്തോട് മത്സരിച്ചുള്ള ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ആരോഗ്യ പ്രവർത്തകരും കെസോട്ടയും പോലീസും ചേർന്ന് പ്രവർത്തിച്ചു. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസിലൂടെ അതിവേഗം കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് എത്തിച്ചു. അവിടെ ചികിത്സയിൽ കഴിയുന്ന 48-കാരനായ മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം നൽകിയത്. ഒരു വൃക്ക കണ്ണൂർ ആസ്റ്റർ മീംസിലെ രോഗിക്കായി മാറ്റിവെച്ചപ്പോൾ മറ്റൊരു വൃക്ക കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ രോഗിക്കായും കൈമാറി. അവയവങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ സമയബന്ധിതമായി എത്തിക്കുന്നതിനായി ഗ്രീൻ ചാനൽ സംവിധാനം ഉൾപ്പെടെയുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. റോഡിലെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കി അവയവങ്ങൾ ഏറ്റവും വേഗത്തിൽ വിവിധ ആശുപത്രികളിൽ എത്തിക്കാൻ പോലീസ് അടക്കമുള്ള വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു. ഈ സംഭവത്തെ മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് ആശുപത്രി അധികൃതർ വിശേഷിപ്പിച്ചു. ഒരു കുടുംബം അനുഭവിക്കുന്ന തീരാ ദുഃഖം മറ്റൊരിടത്ത് 4 ജീവനുകൾക്ക് പുതിയ തുടക്കം നൽകുന്ന അപൂർവ നിമിഷമായിരുന്നു ഇതെന്ന് ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കി. ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ അതിലൂടെ നിരവധി പേർക്ക് ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നത് സമൂഹത്തിന് വലിയ സന്ദേശമാണ്. ഈ മഹത്തായ തീരുമാനമെടുത്ത അർജുന്റെ കുടുംബത്തോട് സമൂഹം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ആംസ്റ്റർ മീംസ് CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. അർജുന്റെ വിയോഗം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വലിയ നഷ്ടമാണെങ്കിലും അദ്ദേഹത്തിന്റെ അവയവങ്ങളിലൂടെ 4 ജീവിതങ്ങൾ തുടർന്ന് മുന്നോട്ടു പോകും. മരണം പോലും മനുഷ്യസ്നേഹത്തെ തോൽപ്പിക്കാനാകില്ലെന്ന സന്ദേശമാണ് അർജുന്റെ ജീവിതവും അവസാന തീരുമാനവും സമൂഹത്തിന് നൽകുന്നത്. ഒരു യുവാവിന്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പും ജീവിതത്തിന്റെ പ്രതീക്ഷയും ഇനി 4 മനുഷ്യരിലൂടെ തുടരും. അതുകൊണ്ട് തന്നെ അർജുന്റെ പേര് ഒരു ഓർമ്മ മാത്രമല്ല, ജീവൻ പകർന്ന മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകവുമാണ്.